സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ട് ഞെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ചാണ്ടിയുമ്മൻ സാറാണ് വീഡിയോ പിടിച്ച് നമ്മളെ സഹായിക്കുന്നത്. ഞാൻ വേണ്ടാന്ന് പറയില്ല. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി എളിമ അദ്ദേഹം നമ്മളെ സഹായിക്കുകയാണ്. അതിന് ദൈവത്തിന് നന്ദി, സാറിന് നന്ദി. ഏതായിരുന്നാലും വത്തിക്കാൻ സ്ക്വയറിൽ ദൈവത്തിൻ്റെ പരിപാലനം എന്നോണം കണ്ടുമുട്ടാനിടയായത് വക്കച്ചൻ സാറിനെയും അതോടൊപ്പം തന്നെ തെരേസ പുത്തൂരിനെയുമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വർഷങ്ങളായിട്ട് ഇറ്റലിയിൽ റോമിൽ താമസിക്കുന്നവരാണ്. ഏകദേശം 44 വർഷത്തോളം ഇവിടെ ഉണ്ട്. പിന്നെ 30 വർഷത്തിലധികം ആയിട്ട് ഇവിടെ ഉണ്ട്. ഏതായാലും നമുക്ക് കേരളീയർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന വലിയൊരു നേട്ടം കൈവരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അരികിൽ നിൽക്കുന്നത്. തെരേസ പുത്തൂർ. റോമിൽ ആകെ 15 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അതിൽ 12ാമത്തെ ഒരു മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ അത് വലിയൊരു ദൈവനിയോഗമായിട്ട് നമുക്ക് കാണാം. ഏതായിരുന്നാലും ഇവർക്ക് ദൈവ പരിപാലനയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു അനുഭവം പങ്കുവെക്കാനുണ്ട്. അത് പ്രത്യേകിച്ച് മാർപ്പാപ്പയായിട്ട് എലക്ട് ചെയ്യപ്പെട്ട ആ വർഷം തന്നെ അത് എന്താണെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഓക്കെ, അതായത് മാർപ്പാപ്പ എലക്ട് ചെയ്ത ഉടനെ തന്നെ മാർപ്പാപ്പ ഒരു പ്രോഗ്രാം ഇവിടെ ഇത് ചെയ്തു. അതായത് 45 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് സൈരലേപനം കൊടുക്കാനായിട്ട് ഒരു പ്രോഗ്രാം ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. അത് ആദ്യമായിട്ടൊരു മാർപ്പാപ്പയാണ് ഇങ്ങനെ 45 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക്. അതിൽ എൻ്റെ മകളും മകനും ആ സൈരലേപനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മാർപ്പാപ്പ വളരെ അങ്ങനെ ഞങ്ങൾക്ക് മാർപ്പാപ്പയെ കാണാനും അതുപോലെ തന്നെ സൈരലേപനം കഴിഞ്ഞ ഉടനെ തന്നെ മാർപ്പാപ്പയുമായിട്ട് ഭക്ഷണം കഴിക്കാനും ഉച്ചഭക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും മാർപ്പാപ്പയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അത് കഴിഞ്ഞ് സാല നേർവിയിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം പോലെ മാർപ്പാപ്പ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു നല്ല എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇതിലൊക്കെ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്, മാർപ്പാപ്പ എൻ്റെ മോൻ്റെ പുറത്തിങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, നീ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു നിൻ്റെ ഈ ഡ്രസ്സ്, ഇത് എവിടുന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. മാർപ്പാപ്പ വളരെ അത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അത്ര സിമ്പിളായിട്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ലീഡർ, നമ്മളെല്ലാവരും പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയാം. അത് ഞാൻ ചോദിക്കാനിരുന്ന ഒരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് പങ്കുവച്ചതിന് ശേഷം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നൊരു നേതാവിനെ, ഒരു ലീഡറെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞാൽ, അതായത് പുള്ളിയുടെ സിംപ്ലിസിറ്റി, പുള്ളിയുടെ സിംപ്ലിസിറ്റിയിലും പുള്ളിയുടെ പ്രവർത്തനത്തിലും പുള്ളി നമ്മളുടെയൊക്കെ കൂടത്തിൽ വളർന്ന് നമ്മളോടൊപ്പം ജീവിച്ച് നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട്, പുള്ളിക്ക് ഏറ്റവും അത്യാവശ്യം ആദ്യമായിട്ട് അറിയേണ്ടത് നിങ്ങൾ ഇന്നും ഭക്ഷണം കഴിച്ചോ. പുള്ളി പലരോടും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കതിന് ശരിക്കും അറിയാം. നിങ്ങളിന്ന് രാവിലെ ഭക്ഷണം കഴിച്ചോ? പുള്ളി സ്വിറ്റ്സ് ഗാർഡിന്റെ ഇത് കൂടെ രാവിലെ പാസ് ചെയ്യുമ്പോൾ രാത്രി അതൊരു നല്ല ഒരാൾ നമ്മളെ കാണുമ്പം ആദ്യമായിട്ട് മാർപ്പാപ്പ ചോദിക്കും, നിങ്ങളിന്ന് ഭക്ഷണം കഴിച്ചോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ നിങ്ങൾക്ക് ജോലിയുണ്ടോ, നിങ്ങൾ എവിടെ താമസിക്കുന്നത്, അങ്ങനെയൊക്കെ വളരെ കാര്യങ്ങൾ. അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു പ്രത്യേകത, പുള്ളി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരെ അന്നേരം തന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യും. പുള്ളി അതെങ്ങനെയെങ്കിലും അറിയുകയാണെങ്കിൽ അവരെ അന്നേരം തന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. പലതരത്തിലും പല രോഗികളും അവരെ പല പ്രാവശ്യം അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മാർപ്പാപ്പയുടെ ഒരു കോള് വരും, ഞാൻ ഫ്രാൻസിസ്. അതായത് ഒരു ലോക നേതാക്കന്മാർക്ക് ഒരു മാതൃകയായിരുന്നു. അതായത് ജാതി മതഭേദമെന്നെ ആരെല്ലാം വേദനിക്കുന്നോ സഹിക്കുന്നോ അവരുടെ നൊമ്പരങ്ങൾ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പിതാവ്. അപ്പം ഏതൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നാലും അവരുടെ പാർട്ടി എന്നുള്ളതല്ല, അത് ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ്, യൂണിവേഴ്സൽ ലവ്, അതാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഒരു പിതാവ്. നമ്മൾ ഫ്രാൻസിസ് പിതാവ് എന്ന് വിളിക്കുമ്പോൾ ശരിക്കും ഒരു പിതാവ് തന്നെയായിരുന്നു അദ്ദേഹം എല്ലാവർക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു മാതൃകയാണെന്ന് പറയുന്നത്. അവസാനമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം, അദ്ദേഹത്തിന്റെ വിയോഗം, ആ ഒരു നഷ്ടം, അത് എങ്ങനെയാണ് ലോകത്തിന് എങ്ങനെയുള്ളൊരു അവസ്ഥയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്? പുള്ളി ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ ലോകത്തിന് ദാനം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല ഒരു പിതാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തോ, ഞാൻ 3 ദിവസമായി വത്തിക്കാൻ്റെ ഇവിടെ പല പ്രാവശ്യവും വരും. കാരണം എന്തോ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ എന്തോ നമുക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ വരുമ്പം
ആളിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടില്ലെങ്കിലും അതെ. അവിടെ ആ സാന്താ മാർത്ത അവിടെ നമുക്ക് അതിൻ്റെ ആ പരിസരത്തൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളെ പോലെ, അതെ, പുള്ളി പറയും ഒരു പരിചയമുള്ള ഒരാളെ പോലെ, ഒരു ശൂന്യത. എല്ലാവരും മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ ഈ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ പലരിൻ്റെ കണ്ണ് നിറഞ്ഞു, കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്ന കണ്ടു. ഞങ്ങൾക്കൊരു വലിയ ആളിനെയാണ് നഷ്ടപ്പെട്ടത്, ഒരു നേതാവിനെ. എല്ലാവരും നേതാവ് എന്ന് വിളിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കും പൊളിറ്റിക്കൽ നേതാവെന്ന് പറയുമ്പോൾ, അതല്ല പിതാവ് ഒരു പൊളിറ്റിക്കൽ നേതാവ്. പക്ഷേ പിതാവിന്റെ നേതൃത്വം എന്ന് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വം നമുക്ക് എല്ലാവർക്കും വളരെ 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 ഒരു മാതൃകയായിരുന്നു. വലിയൊരു നഷ്ടമാണ്. തീർച്ചയായിട്ടും തെരേസ പുത്തൂർ മാഡവും അതുപോലെ വക്കച്ചൻ സാറും ഈ നിമിഷങ്ങളിൽ നമ്മുടെ കൂടെ ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ ഒരു വാക്ക് എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അതായത് ഒരു തീരാ നഷ്ടം. പ്രത്യേകിച്ച് മാഡം പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു അപ്പൻ നഷ്ടപ്പെട്ട ഒരു ഭവനത്തിലേക്ക് മക്കൾ കയറി വരുമ്പോൾ എന്താണ് അവരുടെ വികാരം? അതേ ഒരു ചിന്ത തന്നെയാണ് വത്തിക്കാൻ സ്ക്വയറിൽ വന്നു കഴിയുമ്പോൾ മാർപ്പാപ്പ ഇല്ലാത്ത ആ ഒരു സാഹചര്യം. അതൊരു വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിക്ക് തോന്നിയതല്ല, ലോകം മുഴുവനും എല്ലാവർക്കും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരം തന്നെയാണ്. നമുക്ക് എന്തായാലും ദൈവത്തിന് നന്ദി പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ഓർത്തിരിക്കാനുള്ള ഒരുപാട് നന്മകൾ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവനും സംഭവിച്ചിട്ടുണ്ട്. അതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാം. അദ്ദേഹത്തിൻ്റെ നഷ്ടം ഇനി ലാഭമായി മാറുന്നത് അദ്ദേഹത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തിലൂടെയാണ്. ഏതായിരുന്നാലും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു വക്കച്ചൻ സാറിനും അതോടൊപ്പം തന്നെ തെരേസ പുത്തൂർ മാഡത്തിനും ഈ നിമിഷങ്ങൾ ചെലവഴിച്ചതിന്. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ക്യാമറാമാൻ ചാണ്ടി ഉമ്മൻ സാറിനോടൊപ്പം ഗുഡ്നസ് ടിവിയുടെ യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.